വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം ഇതാ രാവിലെ തൊട്ട് നല്ല മഴയ്ക്ക് മൂടി നിൽക്കുവാണ്. മഴ പെയ്യുമെന്ന് തോന്നുന്നു നല്ലപോലെ. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ദുബൈയിൽ നിന്ന് വന്നേ പിന്നെ അങ്ങനെ വലിയൊരു മഴ പെയ്ത് കണ്ടില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചാറിപ്പോവുകയാണ്. അപ്പോൾ രാവിലെ തൊട്ട് നല്ല മൂടി നിൽക്കുവാണ് മഴയ്ക്ക്. അപ്പം ഇതാ ഞാൻ ആ 2 മണി പ്ലാന്റ് തൂക്കിയിട്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട് ആൽബിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ചെടികളൊക്കെ ഏകദേശം എല്ലാം നമ്മളൊരു 10 ദിവസത്തേക്കാണെങ്കിലും മാറി നിൽക്കുമ്പോൾ എല്ലാം പോകും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അനു ഉണ്ട് മുകളിൽ. അനു എല്ലാത്തിനും വന്ന് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ചൂടല്ലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നല്ലോ. അപ്പോൾ ബാൽക്കണിയിൽ ഇരിക്കുന്നതൊക്കെ എത്ര വെള്ളം ഒഴിച്ചാലും അതെല്ലാം പോവും. അപ്പം ഈ ഒരു ചെടി ഇതുപോലെ ബാൽക്കണിയിൽ ഇരുന്നാണ്. അപ്പം ഞാനെടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. ഈ ചെടി ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ചെടി. പക്ഷേ മൂത്ത മോച്ചുവിന് ഒട്ടും ഇഷ്ടമല്ല ഈ ചെടി. എന്നാണ് എപ്പോഴും എന്നോട് പറയുമ്പോൾ എനിക്കെന്തോ അത് കാണുമ്പോൾ എന്തോ ചൊറിയുന്ന പോലെ തോന്നുമെന്ന് പറയും. അതായത് ഇതിൽ ഇങ്ങനെ ഒരു കട്ടുവർക്ക് പോലെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അവൾക്ക് ഇഷ്ടമില്ല ചെടി. അപ്പോൾ എന്നോട് പറയും കാണുന്നിടത്ത് വെക്കല്ലേ, പുറത്തെങ്ങാനും എടുത്ത് വെച്ചേക്കാൻ പറയും. അപ്പം ഞാനങ്ങനെ ബാൽക്കണിയിൽ നിന്ന് പിന്നെ ഇതിൻ്റെ സ്ഥാനം പുറത്തേക്ക് ആക്കിയതാണ്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ ആ ചെടി നിൽപ്പുണ്ട്. പിന്നെ കാരണം ഒത്തിരി വെയിലടിച്ചില്ല നമ്മൾ പുറത്ത് വെച്ചിരുന്നത് കൊണ്ട്. അത് പിന്നെ നല്ല പോലെ പടന്ന് വരുന്നുണ്ട് ആ ചെടി. പിന്നെ ബാക്കിയുള്ളതൊക്കെ എല്ലാം കുറേശ്ശെയൊക്കെ പോയി, കുറേയൊക്കെ എല്ലാം വെയിലൊക്കെ കൊണ്ട് പോയി. കാരണം ഭയങ്കര ചൂടായിരുന്നല്ലോ, അങ്ങനെ പോയി. പിന്നെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കരിഞ്ഞ ഇലയൊക്കെ ഞാനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതിന് സ്ഥാനം ഞാനിതുപോലെ സ്റ്റെയറയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അതങ്ങനെ നിന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ദുബൈയിലെ പിള്ളേരുടെ അടുത്ത് നിന്ന് അടിച്ച് മാറ്റിക്കൊണ്ട് വന്ന കുറച്ച് സാധനങ്ങളാണ്. ഞാൻ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അവർ ചോദിക്കും ഞങ്ങളുടെ എല്ലാ സാധനവും അമ്മ അടിച്ച് മാറ്റിക്കൊണ്ട് പോവുകയാണോ എന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞാൽ നമുക്കിനി സ്വന്തം വീടായല്ലോ, എല്ലാം കൊണ്ട് വെക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മോൾക്ക് ഗ്രീസിൽ നിന്ന് അവിടെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ട് കൊടുത്തതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. എപ്പോഴും അതേ പിടിച്ചാൽ നല്ല തണുത്താതിരിക്കുന്നത്. അപ്പം അവിടെ വെച്ചിരുന്ന അവരുടെ കയ്യോ ഇതുമെല്ലാം തട്ടി ചുമ്മാ പൊട്ടി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തോണ്ട്. പിന്നെ ഇതിപ്പോൾ കാണിച്ചത് ബാനുവിൻ്റെ ഒരു കൊളീഗ് അവർ അർമേനിയ പോയിട്ടുണ്ട്, അന്നേരം കൊണ്ടുവന്നതാണ്. പിന്നെ ബാക്കിൽ ഞങ്ങൾ മലേഷ്യ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നത്. പിന്നെ ആ ചെറിയ ചെടിയൊക്കെ അവിടെ പിള്ളേർ ഒരു സ്റ്റാൻഡിലൊക്കെ വെച്ചിരുന്നു, അതൊക്കെ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു ഞാൻ. അങ്ങനെ ഇതാ രാവിലെ നല്ലൊരു മഴയ്ക്കുള്ള ഇത് മൂടിക്കെട്ടി നിൽക്കുവാണ്. അപ്പോൾ കാറ്റുണ്ട്, ഭയങ്കര കാറ്റാണ്. അപ്പം നല്ലപോലെ ഒന്ന് പെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പം ഞാൻ ഇപ്പോൾ പെയ്യാൻ തുടങ്ങി മഴ. അപ്പം ഞാൻ ഈ മഴ ഇങ്ങനെ പെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് പിള്ളേർക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഇതിൻ്റെ അകത്തും കൂടെ ഇടാനായിട്ട് ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ പിള്ളേർ ഈ ഇത് കാണുമ്പോഴത്തേക്കിന് അവർക്ക് ഭയങ്കര അവർ പറയും ഒരിക്കലും മഴയുള്ളപ്പോൾ നാട്ടിൽ വരാൻ പറ്റത്തില്ല എന്ന് പറയും. ഇതിപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മേടിച്ചാണ്. ഇപ്പോൾ ആരൻ കഴിച്ച് അവൻ ടിഫിൻ കൊണ്ടുപോവുകയെല്ലാം ചെയ്തു. ഇത് എനിക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇത് നമ്മുടെ കോട്ടയത്ത് മാങ്ങാനം കുരിശിൻ്റെ അവിടെയായിട്ട് നമ്മൾ ബസ് ഇറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സാംസൺ എന്ന് പറഞ്ഞൊരു ഇഡ്ലിക്കടയുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തേന്ന് പറഞ്ഞു. പക്ഷേ നമുക്കിപ്പോൾ രാവിലെ അവർ 6:30 തുടങ്ങും. 6:30 6 മണിക്ക് അങ്ങാണ്ട് തുടങ്ങും, 11 മണി വരെ എങ്ങാണ്ടുള്ളത്. പക്ഷേ അന്നേരത്തേക്കൊക്കെ എല്ലാം തീരും, നല്ല ക്രൗഡുമാണ്. രാവിലെ ഈ നടക്കാൻ പോകുന്നവരും ഒക്കെ തിരിച്ച് വരുമ്പോഴത്തേക്കൊക്കെ മേടിക്കും. അവർക്ക് ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പം എനിക്കിന്നാണ് വാങ്ങാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ മേടിച്ചാണ്. അപ്പോൾ അതിന് നമ്മുടെ പൊടിച്ചമ്മന്തി ഉണ്ട്. അപ്പോൾ ആ പൊടിച്ചമ്മന്തിക്കകത്ത് ശരിക്കും നമ്മൾ എണ്ണയാണ് ഒഴിക്കാറ്, അവർ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഈ മിനി ഇഡലിയാണ് ഞാൻ മേടിച്ചത്. മിനി ഇഡലി ഒരെണ്ണത്തിനകത്ത് എനിക്ക് തോന്നുന്നു 18 എണ്ണം മറ്റോ ഉണ്ട്. സാമ്പാറും നല്ലതാണ്, തേങ്ങാ ചമ്മന്തി എല്ലാം നല്ലതാണ്. അപ്പം എല്ലാവരും പറയുന്നത് കേട്ടിട്ട് മേടിക്കണം എന്ന് വെച്ചിട്ട് ഇത് രാവിലെ ആയതുകൊണ്ട് നമുക്കങ്ങനെ പോകാൻ പറ്റിയിട്ടേ ഇല്ലായിരുന്നു. അന്നേരമാണ് ഹോം ഡെലിവറിയുടെ കാര്യമൊക്കെ അറിഞ്ഞത്. ഏതായാലും പിന്നെ മേടിച്ചു ഞങ്ങൾ. അപ്പം നല്ല ഇഡ്ഡലിയാണ്. അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് തന്നെയല്ല, വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ എന്താണ് ദോശ, പൊടി ദോശ, ഈ ചട്നി പൗഡർ ഇട്ട ദോശയുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പം രാവിലെ ഞാൻ മഴയെല്ലാം കഴിഞ്ഞ് ഒരു 11 മണി ആയപ്പോഴത്തേക്കിനും പിന്നെ ആരൻ്റെ ഫ്രണ്ട് ആൽബിയുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പം ഞാനും ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അത് നീണ്ടു പോയി. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പം ഞാനും ജയിക്കിൻ്റെ അമ്മയും കൂടെ സുനു ഞങ്ങൾ 2 പേരും കൂടെ ലീനായ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലീനായി ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചു, നമുക്ക് വൈകുന്നേരം പുറത്ത് പോയാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ വന്നു, ടൗണിൽ ഞങ്ങൾ വന്നു. പിന്നെ നോക്കുവാണ് ഇതാ എടുക്കണമെന്ന്. കുറേ നേരമായി. ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ പരിപാടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ പോകണം ഇവിടെ പോകണം. അപ്പോൾ ലീന ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കുന്നുണ്ട്, വരുന്നുണ്ടോ ടൗണിലോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പം ലീനയ്ക്ക് കുറേ കാര്യങ്ങൾ കാരണം വരാൻ പറ്റുന്നുമില്ല, വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഞാനുണ്ടെന്ന് അറിയത്തില്ല, സുനു മാത്രമേ ഉണ്ടെന്നുള്ളതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്നപ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീന വണ്ടടിച്ചു പോയി എവിടെ നിന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഞ്ഞിക്കുഴി വരെ വന്ന ഒരാവശ്യത്തിന് വന്നിട്ട് വീട്ടിലോട്ട് പോകുന്ന, വീട്ടിൽ ചെന്നിട്ട് വിളിക്കണേന്ന് പറഞ്ഞു. വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലീനയ്ക്ക് സർപ്രൈസായിട്ട് ഞങ്ങളൊരു ഗിഫ്റ്റും ഒക്കെ ആയിട്ട് ചെന്നതാണ്. അങ്ങനെ ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് എടുക്കാനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന എടുക്കാം. നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് സമയം പിടിക്കുമല്ലോ, അവർക്ക് ഇഷ്ടപ്പെടുമോ അങ്ങനത്തെയൊക്കെ ഒരു ഇത് കാരണം. ലീനയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കോട്ടാടെ ഒരു ഫുൾ സെറ്റാണ് എടുത്തത്. അങ്ങനെ ഞങ്ങളവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഒരു 3:30 വരെ ഇരുന്നു. പിന്നെ ഇതാ വീട്ടിൽ വന്നു. ഞാൻ ഈ ഫോട്ടോ പിന്നെ പിള്ളേർക്ക് മോച്ചുവിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇതേപോലെ ഞാനും ബാലുവും ആരണും കൂടെ കൊണ്ടുപോയി ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്ന എടുത്ത് ഫ്രെയിം ചെയ്ത് അവരവിടെ വെച്ചിരുന്നതാണ്. ആ ഫോട്ടോ ഞാനിപ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. കാരണം അവർക്ക് അവർ താമസിക്കുന്ന ബിൽഡിങ്ങിൽ ഈ പറഞ്ഞ പോലെ ആണി തറയ്ക്കാനും ഒന്നും പറ്റത്തില്ല, അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ പിള്ളേരിങ്ങനെ ഒരു കബേർഡിൻ്റെ മുകളിലായിട്ട് ഷെൽഫ് പോലത്തെ സംഭവത്തിൽ ഇങ്ങനെ ചാരി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിഞ്ഞെടുത്തുകൊണ്ട് പോകുന്നു, പൊട്ടിപ്പോകണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞാനപ്പോൾ ഈ പറഞ്ഞ പോലെ കുക്കിങ്ങിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോ ഇടും. അപ്പോൾ എല്ലാവരും കുറേ പേര് എന്നെ അതുപോലെ അറിയാവുന്നവരൊക്കെ പറയും ഞങ്ങൾക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ കാണുന്നതിലും ഇഷ്ടം പിന്നെ എന്തെങ്കിലും യാത്ര പോകുന്നതും, അതായത് ഇങ്ങനെ വല്ല ഷോപ്പിങ്ങിന് പോകുന്നതും അതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുന്നതിന് പ്രത്യേകിച്ചും തുണിയുടെയൊക്കെ കേട്ടോ, അങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ പോലടുത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും എടുത്തിടണം, അതാണ് കാണാൻ ഇഷ്ടം. തന്നെയല്ല എനിക്ക് കൂടുതൽ വ്യൂ കിട്ടിയിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് അങ്ങനത്തെ വീഡിയോസിനൊക്കെയാണ്. അപ്പം ഞാൻ ഓർത്തെന്നാൽ അങ്ങനെയുള്ള വീഡിയോകൾ കൂടുതലും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഒന്നുമില്ല, ഞാനൊരു ചിക്കൻ റൈസ് വെക്കുന്നതാണ്. അപ്പോൾ അത് മസാലയെല്ലാം ആക്കി ചിക്കനും വേവിച്ച് വെച്ച് പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ബസ്മതി റൈസും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് പിന്നെ ഞാനൊരു 1.5 ഗ്ലാസ് അരിയേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനൊരു 3 ഗ്ലാസ് തന്നെ തികച്ചെടുക്കുന്നില്ല, ഒരു 2.5 ഗ്ലാസ് എടുക്കുന്നുള്ളൂ. കാരണം ചിക്കൻ്റെ വെള്ളവും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് വെച്ച് ഞാൻ പിന്നെ അരിയിട്ട് അതിൻ്റെ അകത്ത് ഇളക്കിയിട്ട് ആ വെള്ളം തിളപ്പിച്ചൊഴിക്കുകയാണ്, പച്ചയ്ക്ക് ഒഴിക്കത്തില്ല, തിളപ്പിച്ചൊഴിച്ചിട്ട് അങ്ങനെ ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് നട്ട്സും പിന്നെ ഇത് നമ്മുടെ സവാളയെല്ലാം ഫ്രൈ ചെയ്ത് അത് ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും ചെയ്യുന്ന സമയം നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിന് അതിനൊരു ആൾക്കാർക്കും ബോറടിക്കും. അപ്പോൾ പിന്നെ ഞാനോടത്ത് കുക്കിങ്ങിൻ്റെ ഇടയിലാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കുകയും ചെയ്യാം, അങ്ങനെ ഓർത്തിട്ടാണ്. അപ്പം ഞാനീ പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യവും വരുന്ന പോലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ദിവസം പിടിക്കുമല്ലോ, നമ്മളൊന്ന് ഓക്കെ ആയി കിട്ടണമെങ്കിൽ കുറേ ദിവസം പിടിക്കും. നമുക്ക് എപ്പോഴും ആകെപ്പാടെ ഒരു വിഷമമാണല്ലോ വന്നു കഴിയുമ്പോഴത്തേക്കിന് പിള്ളേരുടെ കാര്യമൊക്കെ ഓർത്ത്. അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കുറേ ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് മുകളിലുണ്ടായിരുന്ന പുള്ളിക്കാരത്തി എല്ലാം കുക്ക് ചെയ്ത് എനിക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കറിയെല്ലാം ജസ്റ്റ് ചോറ് മാത്രം എനിക്ക് വെച്ചാൽ മതിയായിരുന്നു. പിറ്റേ ദിവസം കഴിക്കാനുള്ള ചോറും ഒക്കെ ഉണ്ട്, എന്നാലും അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു, കറികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ 3-4 ദിവസം അങ്ങ് പോയി. 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുക്കിങ്ങൊക്കെ തുടങ്ങിയത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർ ഇപ്പം നമ്മളെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഓർക്കും അവർക്ക് എന്താ കുഴപ്പം, അവർ ദുബൈക്ക് പോകുന്നു വരുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കും. ഒന്നുമല്ല, നമുക്കും ഒത്തിരിയും പ്രശ്നങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറയുമല്ലോ, ഞാൻ മിക്ക വീഡിയോയിലും ഞാൻ പറയാറുള്ളൊരു കാര്യം, നമ്മുടെ സന്തോഷവും ഒക്കെ നമുക്ക് തന്നെ കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അവരുടെ കൂടെ ഉള്ളത് ആണ് അവർക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പൈസ ഇച്ചിരി ചിലവായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരങ്ങ് ഒരുമിച്ച് നിൽക്കുന്ന എല്ലാവരും കൂടെ പറ്റുന്ന ദിവസം 10 ദിവസമെങ്കിൽ 10 ദിവസം അങ്ങനെയാണ് ഞങ്ങൾ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് പിള്ളേർ ഞാൻ പോരുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിലാക്കി കറിയൊക്കെ വെച്ചിട്ട് വേണം പോരാനായിട്ട് എന്നൊക്കെ ഞാൻ വിചാരിച്ച. പക്ഷേ ഒന്നും പറ്റിയില്ല. കാരണം പോരാൻ 2 ദിവസം മുമ്പ് തൊട്ടേ പിള്ളേർക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയി, അമ്മ നിങ്ങൾ പോകാൻ 2 ദിവസമേ ഉള്ളല്ലോ എന്നും പറഞ്ഞുള്ള ഒരു ഇതും ഞാൻ കഴിവതും അതിനൊക്കെ മനസ്സ് കൊടുക്കാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കാൻ നോക്കും. പക്ഷേ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതാകുമ്പോഴത്തേന് പിന്നെ അവർ പറഞ്ഞു അമ്മ ഇനിയും യാത്ര ചെയ്യാനുള്ളതല്ലേ, വേണ്ട ഒന്നും ഉണ്ടാക്കുമൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ലായിരുന്നു. 2 ദിവസം മുമ്പോട്ടേ പുറത്തുനിന്നായിരുന്നു ഫുഡും ഒക്കെ. അതുകൊണ്ട് പിന്നെ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കി വെക്കാനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചെന്നപ്പോഴത്തേക്കിനും പിക്കിൾ വരെ ഇട്ട് വെച്ചിട്ടാണ് വന്നത്, ഡേറ്റ്സ് പിക്കിളൊക്കെ ഇട്ട് വെച്ചിട്ടാണ് വന്നത്. അതൊക്കെ ഇപ്പോഴും ഒരു ഫ്രിഡ്ജിൽ വെച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ
പിന്നെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയത്. പക്ഷേ ഇപ്രാവശ്യം ആകെ ഒന്നാമത് 10 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പം ഒന്നും പറ്റിയില്ല. കാരണം വൈകുന്നേരം ആകുമ്പോൾ പിള്ളേർ അമ്മ പുറത്ത് പോകാമെന്നും പറഞ്ഞാൽ അവർ വിളിക്കും, അങ്ങനെ പോവുകയൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ പിള്ളേരെവിടെ ആയതുകൊണ്ട് നമ്മൾ ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും എപ്പോഴും നമ്മുടെ മനസ്സ് അവരുടെ കൂടെയാണ്. നമ്മളെപ്പോഴോ കുഞ്ഞുങ്ങൾ എന്തെടുക്കുന്നു, അവർ വല്ലയിടത്തും പോയാൽ എത്തിയോ എന്നൊക്കെയുള്ള ഒരു ഫുൾ ടൈം നമുക്കൊരു ടെൻഷനാണ്. അതിനി നമ്മുടെ മക്കൾ എവിടെയാണെങ്കിൽ കൂടി, ഇനിയിപ്പോൾ വിദേശത്തല്ലെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആണെങ്കിലും ബാംഗ്ലൂരോ എവിടെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളെ ഓർത്ത് എപ്പോഴും വിഷമിക്കും. അവരുടെ താമസവും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഞാനപ്പം എന്നും വൈകിട്ട് അവരെ വിളിക്കുമ്പോഴത്തേന് പിള്ളേരെ ഗ്യാസ് ഓഫ് ചെയ്തോ ശ്രദ്ധിക്കണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറയും. ബാനുവാണെങ്കിൽ തന്നെ രാവിലെ ധൃതി പോകാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ബാനു ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് എന്നും എന്നെ വിളിച്ചിട്ടേ പോകത്തുള്ളൂ. ബാനു ആണെങ്കിലും മോശമാണല്ലോ. അപ്പോൾ ബാനു വിളിക്കുമ്പോൾ ഞാൻ പറയും, ബാനുട്ടാ നോക്ക്, ഇങ്ങനെ ഗ്യാസൊക്കെ ഓഫാണോ, എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടോ, അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ടോ, എല്ലാം നോക്കുന്നൊക്കെ പറഞ്ഞു. കാരണം അത് നമുക്കൊരു സമാധാനം, ആകെപ്പാടെ ഒരു വിഷമം. അപ്പോഴും ഞാൻ ഓർക്കും ഗ്യാസ് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു ടെൻഷനാണ് നമുക്ക് എപ്പോഴും പിള്ളേരുടെ കാര്യത്തിൽ. നമ്മൾ നാട്ടിലിരിക്കുമ്പോഴത്തേക്കിനും രാത്രിയാണെങ്കിലും ഇവർ പോയാൽ എത്തിയോ, മെട്രോയെ പോകുന്നു, വീട്ടിലെത്തിയോ, അങ്ങനത്തെയൊക്കെ ഒരു ഭയങ്കര ഒരു ടെൻഷനാണ് എനിക്കെപ്പോഴും. ഞാനങ്ങനെ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു പിന്നെ വിഷമത്തിലായിരിക്കുന്നത്. ഒരു വിളിച്ചു എടുത്തില്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ആരും കാണുന്നത് പോലല്ല ആരുടെയും ജീവിതം എന്നുള്ളതാണ്. അവരവർക്കേ അറിയത്തുള്ളൂ അവരുടെ ബുദ്ധിമുട്ടുകൾ. അപ്പം നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.